നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ താൽക്കാലിക ആശ്വാസം. ഇറാനുമായി 5 ദിവസത്തെ വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളും നിർത്തിവെക്കാൻ US പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായി ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഫെബ്രുവരി 28 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതു മുതൽ തുടങ്ങിയ സംഘർഷത്തിന് പൂർണ്ണവും സമഗ്രവുമായ പരിഹാരം കാണുന്നതിനായി കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നു നൽകാൻ ഇറാനോട് ആവശ്യപ്പെട്ട് 48 മണിക്കൂർ സമയപരിധി നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. മിഡിൽ ഈസ്റ്റിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയും ടെഹ്റാനും വളരെ നല്ല ചർച്ചകൾ നടത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ ശനിയാഴ്ച ഇറാന് നൽകിയ 48 മണിക്കൂർ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇറാന് മേലുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളും 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇറാനുമായിട്ടുള്ള 5 ദിവസത്തെ വെടിനിർത്തൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ടെഹ്റാനും തമ്മിൽ വളരെ നല്ല ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള എല്ലാ സൈനിക നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഞാൻ US പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പ്. 3 ആഴ്ചയായി യുദ്ധം തുടരുകയാണ്. ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയിലും ജനങ്ങളിലും ഈ യുദ്ധം സാരമായി തന്നെ ബാധിച്ചിരുന്നു. ലോക സാമ്പത്തിക രംഗത്തിന് വലിയ വെല്ലുവിളിയും ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തെ തുടർന്ന് വിപണികളും പഴയ നിലയിലേക്ക് തിരിച്ചെത്തി. ഇറാനുമായി വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ചകൾ നടന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടെങ്കിലും ഇറാൻ പക്ഷത്തു നിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇരുപക്ഷവും പുലർത്തിയ നിലപാടുകളിൽ നിന്നും തികച്ചും വിപരീതമാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ പുതിയ പ്രസ്താവന. മാത്രമല്ല ഈ ചർച്ചകൾ കൃത്യമായി എന്തിനെക്കുറിച്ചായിരുന്നുവെന്നതിലും ട്രംപ് വ്യക്തത വരുത്തിയിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചോ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചോ അതോ കേവലം വെടിനിർത്തലിനെ കുറിച്ചാണോ ചർച്ച നടന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്നാൽ വെടിനിർത്തൽ സാധ്യതയെ വെള്ളിയാഴ്ച ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള സൂചനയും ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നും വിലയിരുത്തലുണ്ട്. എങ്കിലും കപ്പൽ ഗതാഗതത്തിനായി ഇത് തുറന്നു കൊടുക്കുമെന്ന് ഇറാൻ ഇതുവരെ പരസ്യമായി സമ്മതിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ നിയന്ത്രണമാണ് ഈ യുദ്ധത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയ മുൻതൂക്കം എന്നതിനാൽ അത് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് ഭൂരിഭാഗം വിദഗ്ധരും കരുതുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഫ്ലോറിഡയിലാണുള്ളത്. ഇന്ന് തന്നെ അദ്ദേഹം മെംഫിസിലേക്കും തിരിക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ട്രംപ് അവകാശപ്പെട്ട ഈ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾക്കും ഇത് ഭാവിയിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നതിനെക്കുറിച്ച് അറിയാനുമാണ്. അതേസമയം 48 മണിക്കൂർ സമയം ഇറാന് ട്രംപ് നൽകിയിരുന്നുവെങ്കിലും യാതൊരു കൂസലുമില്ല എന്ന നിലപാടായിരുന്നു ഇറാൻ സ്വീകരിച്ചിരുന്നത്. ഇറാൻ തീർന്നെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടെ ലോകത്തെ ആശങ്കപ്പെടുത്തി ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ പക്കലുള്ള ആയുധ ശേഖരത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്നും അത്യാധുനിക മിസൈലുകളുടെ വൻ ശേഖരം ഭൂഗർഭ നിലയങ്ങളിൽ സജ്ജമാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ടത്. ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB ആയിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുമ്പോഴാണ് വെല്ലുവിളിയുമായി ഇറാൻ രംഗത്തെത്തിയതും. ഇപ്പോൾ പുറത്തുവിട്ടത് ഇറാന്റെ ആയുധ ശേഖരത്തിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഇതിലും വലിയ ശേഖരം ഇനിയും വെളിപ്പെടുത്താനുണ്ടെന്നുമായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. ഹോർമുസ് കടലെടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്.